ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റെപ്പ്, അതിൻ്റെ രണ്ടാമത്തെ കേസ്. അതായത് പാർട്ടിക്കിളിൻ്റെ ടോട്ടൽ എനർജി സ്റ്റെപ്പിൻ്റെ ആ U0 എന്ന പൊട്ടൻഷ്യലിനേക്കാൾ താഴെയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി സ്റ്റെപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് U(x) = 0 for x less than 0 and a constant for x greater than or equal to 0. That constant is equal to U0. അപ്പോൾ അത് ഗ്രാഫിക്കലായിട്ട് ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് എക്സ് ആക്സിസിലെ വൈ ആക്സിസ് എന്നുള്ളത് എനർജി ആക്സിസാണ്, എനർജിയുടെ ആക്സിസാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 0-ൽ U = 0 ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0-ൽ ഒരു ഹൈ വാല്യൂ U0 എന്നുള്ള വാല്യൂ. പാർട്ടിക്കിളിൻ്റെ എനർജി U0-നേക്കാൾ താഴെയാണ്, അതുകൊണ്ടാണ് ഈ ഗ്രീൻ ലൈന് താഴെ. നമ്മൾ ഈ റീജിയനെ റീജിയൻ 1, 2 എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ടാസ്ക് എന്താണ്, ഇവിടെ ഒരു പാർട്ടിക്കിൾ അതിൻ്റെ എനർജി U0-നേക്കാൾ താഴെയാണെങ്കിൽ ഇങ്ങനെ ഈ റീജിയനിലേക്ക് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഈ പാർട്ടിക്കിളിൻ്റെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ റീജിയൻ 1-ലും 2-ലും എഴുതി നോക്കുക. രണ്ട് ഭാഗത്തുള്ള വേവ് ഫംഗ്ഷൻ കണ്ടെത്തുക. വേവ് ഫംഗ്ഷൻ കണ്ടെത്തിയാൽ ആ പാർട്ടിക്കിളിൻ്റെ നേച്ചർ, ഈ റീജിയനിലെ നേച്ചർ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി നോക്കാം. റീജിയൻ 1-ൽ അതായത് എക്സ് ലെസ് ദാൻ 0, U = 0 ആണ്. പിന്നെ വേവ് ഫംഗ്ഷനെ നമ്മൾ ψ1 എന്ന് വിളിച്ചു. ആക്ച്വലി ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഇറ്റ് ഈസ് ψ1 ഓഫ് എക്സ് ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ എക്സ് എന്ന് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിൽ വേണം എന്ത്, വേവ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ. ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ -h×2/2m d² ψ1/dx² പ്ലസ് 0 × ψ1 = ഈ ψ1. ഇവിടെ U = 0 ആയതുകൊണ്ടാണ് ഈ ടേം 0 ആയത്. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക, അപ്പോൾ ഇതിങ്ങനെ ആയി മാറും. വീണ്ടും റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ പോസിറ്റീവായ കോൺസ്റ്റൻറ്റിനെ 2me/h² എന്നുള്ളത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതിനെ നമ്മൾ k02 എന്ന് വിളിച്ചു. k02 എന്ന് വിളിക്കുകയാണെങ്കിൽ ശ്രോഡിഞ്ചർ ഇക്വേഷൻ പിന്നെ ഇങ്ങനെ ആക്കി എഴുതാം. d² ψ1/dx² = -k02 ψ1. അപ്പോൾ ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താ, നമുക്ക് എക്സ്പോണൻഷ്യലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സ്പോണൻറ്റിൻ്റെ പവറിൽ ഉണ്ടാകുന്ന എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായിരിക്കും, +or-ik ആയിരിക്കും, +or-ik0 ആയിരിക്കും. അങ്ങനെ കിട്ടിയത് ψ1 = ae⁴x എന്ന് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ α² = -k02 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് കിട്ടും, α +or-ik0 എന്ന് കിട്ടും. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ്, ഇവിടെ മൈനസ് സൈൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എന്ത് വന്നത്, ഇവിടെ ഒരു ഐ വന്നത്. മൈനസ് ഇല്ലെങ്കിൽ ഇവിടെ വെറും +or-k0 എന്നാണ് വരിക. അപ്പോൾ അത് ഒറ്റടിക്ക് നോക്കിയാൽ തന്നെ പറയാൻ പറ്റും. നമുക്ക് കുറച്ച് ഇങ്ങനെ ചെയ്ത് ശീലമായാലേ പെട്ടെന്ന് പറയാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ വരുന്നതെങ്കിൽ എക്സ്പോണൻറ്റിൻ്റെ പവർ +or-ik0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ψ1 of x = ae⁴ik0x + be⁻−ik0x. ഇതിനകത്ത് എക്സ്പോണൻറ്റിൻ്റെ പവറിൽ ഐ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യൂളർ ഇക്വേഷൻ വെച്ച് ഇതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. e⁻iθ = cos θ + i sin θ ആണ്. അത് വെച്ച് വേണമെങ്കിൽ മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ ഈ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല, നമുക്കിപ്പോൾ അത് ആവശ്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി റീജിയൻ 2, രണ്ടാമത്തെ റീജിയൻ, അതായത് ഈ സ്റ്റെപ്പുള്ള റീജിയനിൽ U0 പൊട്ടൻഷ്യൽ എനർജി U0 ആയ റീജിയൻ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, U = U0, ψ എന്നുള്ളതിനെ നമ്മൾ ψ2 എന്ന് വിളിച്ചു. ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ -h×2/2m d² ψ2/dx² പ്ലസ് U0 × ψ2 = ഈ ψ2. റീഅറേഞ്ച് ചെയ്യുക, ഇതിനങ്ങോട്ട് കൊണ്ടുപോവുക, U0 ψ2നെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ e -U0 × ψ2 എന്നാവും. അപ്പോൾ ഇങ്ങനെ ആയി മാറി, d² ψ2/dx². ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഈ റീജിയനിൽ E ഈസ് ലെസ് ദാൻ U0 ആണ്. അപ്പോൾ e -U0 ഈസ് നെഗറ്റീവ് അല്ലേ, e -U0 ഈസ് നെഗറ്റീവ്, 0-നേക്കാൾ താഴെയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി ചെയ്താൽ e -U0നെ -U0 - e എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, പുറത്ത് മൈനസ് ഉണ്ട്, സംഗതി മാറണമൊന്നുമില്ല, അത് ഓവറോൾ മൈനസ് തന്നെയാണ്. പക്ഷേ മൈനസിനെ പുറത്തെടുത്ത് U0 - e എന്ന് എഴുതി. എന്തിനാന്ന് വെച്ചാൽ ഈ ഉള്ളിൽ ഈ കോൺസ്റ്റൻറ്റിന് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആക്കി എഴുതിയതാണ് നമ്മൾ.
അപ്പോൾ ഇ മൈനസ് യു സീറോ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് യു സീറോ മൈനസ് ഈ മൈനസിന് ഉള്ളിലേക്ക് എടുത്താൽ തിരിച്ച് തന്നെ ആവും. പക്ഷേ നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആക്കി മാറ്റണം. ഇത് ഈ രീതിയിലാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ യു സീറോനെ ആദ്യം യു സീറോ മൈനസ് ഇ എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് കോൺസ്റ്റൻ്റായി മാറും. അപ്പോൾ ഇങ്ങനെ ആക്കിയതാണ്. ഇ മൈനസ് യു സീറോ എന്നുള്ളതിനെ മൈനസ് യു സീറോ മൈനസ് ഇ. അങ്ങനെ ആകുമ്പോൾ പുറത്ത് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, ആ മൈനസും ഈ മൈനസും കൂടി വെട്ടി അത് പ്ലസ് ആയി മാറും. അപ്പോൾ എന്തായി, ഡി സ്ക്വയർ സൈ ടു ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു യു സീറോ മൈനസ് ഇ ഇൻറ്റു സൈ ടു. ഇനി എന്ത് ചെയ്യുക, യു സീറോ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്, എം കോൺസ്റ്റൻ്റ് ആണ്, എച്ച് ക്രോസ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു യു സീറോ മൈനസ് ഇ ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഇതൊരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിച്ചു, k1 സ്ക്വയർ എന്ന് വിളിച്ചു. ടേക്ക് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു യു സീറോ മൈനസ് ഇ ഈസ് k1 സ്ക്വയർ. അത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായി മാറും ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇതെന്താണ്, അഗെയിൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ. അപ്പോൾ സൊല്യൂഷൻ എക്സ്പോണൻഷ്യലായിട്ട് അസ്യൂം ചെയ്യാം, എ ഇ റൈസ് ടു ആൽഫ എക്സ് എന്ന് കൊടുക്കാൻ പറ്റും സൊല്യൂഷൻ സൈ ടു എന്നുള്ളത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അഗൈൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക, ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു k1 സ്ക്വയർ എന്ന് കിട്ടുക. ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് k1 എന്ന് കിട്ടും. അതായത് ഇവിടെ ആൽഫയ്ക്ക് പ്ലസ് k1 എന്നും പറ്റും മൈനസ് k1 എന്നും പറ്റും. അത് കൊടുക്കുമ്പോൾ 2 സൊല്യൂഷൻ ഇവിടെ പോസിബിൾ ആണ്. പ്ലസ് k1 കൊടുക്കുമ്പോൾ ഉള്ളതാണ് ഈ സി ഇ റൈസ് ടു k1 എക്സ്, മൈനസ് k1 കൊടുക്കുമ്പോൾ ഡി ഇ റൈസ് ടു മൈനസ് k1 എക്സ്. അപ്പോൾ സൈ ടു എന്നുള്ളത് ഈ ഒരു സൊല്യൂഷൻ. പിന്നെ റീജിയൻ 2 എന്നുള്ളതിൻ്റെ റേഞ്ച് എന്താണ്, ഡൊമൈൻ എന്താണ്, 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റീജിയനാണ് അല്ലേ. അവിടെയാണല്ലോ യു ഈക്വൽ ടു യു സീറോ എന്നുള്ളത്. അപ്പോൾ ഇതിലെല്ലാ പോയിൻ്റ് കൊടുക്കുമ്പോൾ ഇത് ഫൈനൈറ്റായി നിൽക്കണം വേവ് ഫംഗ്ഷൻ. അതായത് 0 കൊടുക്കുമ്പോൾ ഇത് ഫൈനൈറ്റാണ്, ഇനി 0ൻ്റെ മേലെ 1 കൊടുത്താലും ഫൈനൈറ്റാണ്, 2 കൊടുത്താലും ഫൈനൈറ്റ്, അങ്ങനെ കൂടി വന്ന് എക്സ് ഈക്വൽ ടു വലിയ വാല്യൂസ് ആകുന്നതിനനുസരിച്ച് ഇതെന്താവും, ഈ ഭാഗം ഇൻഫൈനൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇ റൈസ് ടു ഈ ഒരു ടേമിൽ എക്സ് പ്ലസ് പോസിറ്റീവ് എക്സ് ആണ്. അപ്പോൾ ഇ റൈസ് ടു വലിയ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി ആയി മാറും. അപ്പോൾ ഈ ടേം വലിയ ഈ റേഞ്ചിൽ ഈ ഡൊമൈനിലെ വലിയ വാല്യൂസ് വരുമ്പോൾ ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടേം ഇൻഫൈനൈറ്റ് ആവും. അപ്പോൾ ഇത് ഫൈനൈറ്റ് ആവാതിരിക്കും. അതുകൊണ്ട് ഈ ടേം ഇവിടെ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിമാൻഡ് ചെയ്തു സി മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ സൈ ടു എന്നുള്ളതിൽ ഈ സി മസ്റ്റ് ബി 0 എന്ന് പറഞ്ഞാൽ പിന്നെ ഡി മാത്രം, ഇവിടെ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻഫിനിറ്റി കൊടുത്താൽ പ്രശ്നമില്ല. ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ 0 ആയി വരും, കാരണം ഇവിടെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണ്. അപ്പോൾ സൈ ടു എക്സ് ഈസ് ഈക്വൽ ടു ഡി ഇ റൈസ് ടു മൈനസ് k1 എക്സ്. ഇനി ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കാം, അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇവിടെയുള്ള ബൗണ്ടറി ഏതാണ്, എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറിയാണ്. ഏതാണ് ആ ബൗണ്ടറി, ഈ ബൗണ്ടറി, ഈ ഒരു ബൗണ്ടറി. ഇത് രണ്ട് യു ഈക്വൽ ടു 0നെയും യു ഈക്വൽ ടു യു സീറോനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയാണ് ഇത്. ഇനി ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയാണ്, സൈ ഷുഡ് ബി കണ്ടിന്യൂസ് അറ്റ് ബൗണ്ടറി, ഡി സൈ ബൈ ഡി എക്സ് ഓൾസോ ഷുഡ് ബി കണ്ടിന്യൂസ് അറ്റ് ബൗണ്ടറി. ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. അതായത് സൈയും ഡി സൈ ബൈ ഡി എക്സും ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആവണം. അതായത് ബൗണ്ടറിൻ്റെ ഇപ്പുറത്തും ഈക്വലായി വരണം. ഇങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് ബൗണ്ടറിയിലേക്ക് ചേർന്ന് വരുമ്പോൾ അപ്പോഴാണ് അത് ഒറ്റ വര ഒരു കണ്ടിന്യൂസ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ആദ്യം സൈൻ്റെ ബൗണ്ടറി, സൈ ഷുഡ് ബി കണ്ടിന്യൂസ്. അതിൻ്റെ ബൗണ്ടറി എന്താണ്, സൈ 1 ഓഫ് 0 ഈസ് ഈക്വൽ ടു സൈ 2 ഓഫ് 0 അറ്റ് എക്സ് ഈക്വൽ, സൈ 1 ഈക്വൽ ടു സൈ 2 അറ്റ് എക്സ് ഈക്വൽ ടു 0. അതാണ് ഈ കണ്ടീഷൻ, അതാണിത്. അറ്റ് എക്സ് ഈക്വൽ ടു 0 സൈ 1 ഈക്വൽ ടു സൈ 2. അതാണ് ഈ ഇത്, സൈ 1 ഓഫ് 0 ഈസ് ഈക്വൽ ടു സൈ 2 ഓഫ് 0. അത് കൊടുക്കുമ്പോൾ നമ്മളെ ഈ വേവ് ഫംഗ്ഷനിൽ 0 കൊടുക്കുക, ഇക്വേറ്റ് ചെയ്യാം. വേവ് ഫംഗ്ഷനിൽ 0 കൊടുക്കുക, ഇക്വേറ്റ് ചെയ്യുക. ഏതാണ് സൈ 1ൻ്റെ വേവ് ഫംഗ്ഷൻ, ഇവിടെ 0 കൊടുക്കുക, ഇവിടെയും 0 കൊടുക്കുക. അതാണ് സൈ 1 ഓഫ് 0. എ ഇ റൈസ് ടു 0 പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് 0. അപ്പോൾ എ പ്ലസ് ബി, ഇ റൈസ് ടു 0 എന്നുള്ളത് 1 ആണ്, ഇ റൈസ് ടു മൈനസ് 0 എന്നുള്ളത് 1 ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്നാവും. പിന്നെ സൈ 2 ഓഫ് 0 എന്താ വരിക, സൈ 2 ഓഫ് 0, സൈ 2 എന്നുള്ളത് അവസാനം നമുക്ക് ഇതാണ് കിട്ടിയത്. അപ്പോൾ സൈ 2 ഓഫ് 0 എന്നുള്ളത് ഡി ഇ റൈസ് ടു 0. അപ്പോൾ ഡി,
അപ്പോൾ psi1 of 0 ഈസ് ഈക്വൽ ടു psi2 of 0 ഇംപ്ലൈസസ് a പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഡി സൈ ബൈ ഡി എക്സിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ psi1നെയും ഡെറിവേറ്റീവ് എടുക്കുക, psi2ൻ്റെയും ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക, ഈ കൊടുക്കുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ik0a മൈനസ് ik0b ഈസ് ഈക്വൽ ടു k1d. psi1നെയും psi2നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതാണ് കിട്ടുക. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഡി psi1 ബൈ ഡി എക്സ് എന്താ? psi1 ഇവിടെ കൊടുത്താൽ ik0 a e റേസ് ടു ik0x മൈനസ് ik0b e റേസ് ടു മൈനസ് ik0x ഇങ്ങനെ വരിക. ഡി psi1 ബൈ ഡി എക്സ്. ഡി psi2 ബൈ ഡി എക്സ് എന്താ? മൈനസ് k1 d e റേസ് ടു മൈനസ് k1x ഇങ്ങനെ വരിക. ആ psi1 psi2 ഇവിടെ കൊടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്താ ചെയ്യുക? psi1 എന്താ? psi2 ഇങ്ങനെയല്ലേ? മൈനസ് k1 മൈനസ് k1d. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക, മൈനസ് k1. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് k1 ബൈ ik0. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെന്നുള്ളതിൽ നിന്ന് ഈ ഒരു ഇക്വേഷൻ കിട്ടും. അതിന് എ മൈനസ് ബി ik0നെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ik0 ഇൻറ്റു എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് k1d. അതിന് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഡി എന്ന് കിട്ടി. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് k1 ബൈ ik0d എന്നും കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും എ പ്ലസ് ബി എ മൈനസ് ബി, ഈ രണ്ട് ഇക്വേഷൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ബിയും ബിയും വെട്ടിപ്പോവും. ബി മൈനസ് ബി 0 എയും എയും കൂട്ടിപ്പോവും. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 1 മൈനസ് k1 ബൈ ik0 ഇൻറ്റു ഡി എന്ന് വരും. ഈ ഇക്വേഷനാവും. എ ഈസ് ഈക്വൽ ടു ഈ ഐനെ മേൽ കൊണ്ടുപോവുകയാണെങ്കിൽ, അതിനെ മേൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ മേലെ അടിയിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മേലെ ഒരു ഐ വരും, അടിയിലൊരു ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്നുള്ളത് -1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മൈനസ് വരുന്നതുകൊണ്ട് 1 പ്ലസ് ഐ k1 ബൈ k0 d ബൈ 2. ഇവിടെ 2a അല്ലേ? 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ d ബൈ 2. അതുപോലെ ഈ എ പ്ലസ് ബി എന്നുള്ള ഇക്വേഷന് എ മൈനസ് ബി എന്നുള്ള ഇക്വേഷൻ കുറക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. അഗൈൻ ഇവിടെ അടിയിലായിരിക്കും ഐ ഉണ്ടാവുക. മേലെ അടിയിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അടിയിലൊരു ഐ സ്ക്വയർ വരും. അപ്പോൾ ഐ സ്ക്വയർ എന്നുള്ളത് -1 ആണ്. അപ്പോൾ ഈ പ്ലസ് എന്നുള്ളത് എന്താവും? എന്തായി മാറും? മൈനസ് ആയി മാറും. നൗ ദ വേവ് ഫംഗ്ഷൻ. അപ്പോൾ എയും ബിയും നമുക്ക് ഡിയുടെ ടേമിൽ കിട്ടി. അതവിടെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ബൗണ്ടറി കണ്ടീഷനിൽ കിട്ടിയ എ ബി ഡി ഈ 3 കോയിഫിഷ്യൻറ്റുകൾ അങ്ങനെ നമുക്ക് എഴുതി വെക്കാം. 3 കോയിഫിഷ്യൻറ്റുകളെ റിലേറ്റ് ചെയ്തതാണിത്. ഇനി വേവ് ഫംഗ്ഷൻ നമ്മൾ മൊത്തം നമുക്ക് കിട്ടിയ വേവ് ഫംഗ്ഷനൊക്കെ ഒരുമിച്ച് ചെയ്താണെങ്കിൽ ടൈം ഇൻഡിപെൻഡൻറ്റ്, ടൈമിൻ്റെ പാർട്ടൊന്നും ഇപ്പോൾ ഇതിലില്ല. psi of x ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ നമുക്ക് ആദ്യം കിട്ടിയത് തന്നെ എ ഇ റൈസ് ടു ik0x പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ik0x ഫോർ എക്സ് ലെസ് ദാൻ 0 അങ്ങനെ ഡി ഇ റൈസ് ടു മൈനസ് k1x ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതാണ് സ്റ്റെപ്പിൻ്റെ അവിടെ ഉള്ളതാണിത്. ഇതൊരു എക്സ്പോണൻഷ്യലി ഇങ്ങനെ ഡീക്കെ ചെയ്യുന്ന സൊല്യൂഷനാണ്. ഓക്കെ, ഇവിടെ ഐ ഇല്ലല്ലോ, അപ്പോൾ ഇത് എക്സ്പോണൻഷ്യൽ ഡീക്കെ ആണ്. ഇവിടെ ഐ ഉള്ളതുകൊണ്ട് ഒരു സൈനിസോയിഡലാണ്. നമ്മൾ വരക്കുകയാണെങ്കിൽ ഇത് ബൗണ്ടറി എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ ഒരു ഓസിലേറ്ററി ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഡീക്കെ ചെയ്യാണ്. ഓസിലേറ്ററി അല്ല, ഐ ഇല്ലെങ്കിൽ പിന്നെ ഓസിലേറ്ററി അല്ല. അപ്പോൾ പവറിൽ ഐ ഉള്ള സൊല്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഓസിലേറ്റിംഗ് സൊല്യൂഷനാണ്. ഐ ഇല്ലെങ്കിൽ പിന്നെ അത് മൈനസ് നെഗറ്റീവ് ഇങ്ങനെ ആണെങ്കിൽ ഡീക്കേയിങ് സൊല്യൂഷനാണ്. അപ്പോൾ ഇനി ടൈം ഡിപ്പെൻഡൻറ്റ് വേവ് ഫംഗ്ഷൻ ഇവിടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ psi ഓഫ് എക്സ് ടി കിട്ടും, ടൈമിൻ്റെ ഫംഗ്ഷനായിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഇതിനെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടിനായിട്ട് ഗുണിക്കുമ്പോൾ എ ഇ റൈസ് ടു ഐ ഇൻറ്റു k0x മൈനസ് ഒമേഗ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് k0x പ്ലസ് ഒമേഗ. ഇവിടെ അപ്പോൾ മൈനസ് കോമൺ എടുത്തതുകൊണ്ടാണ് എന്ത് വന്നത്? k0x പ്ലസ് ഒമേഗ ടി ആവുന്നത്. ഇവിടെ ഇങ്ങനെയും വരും. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ടേമുകളുണ്ട്. നമ്മൾ മുമ്പത്തെ ഇതിൽ പറഞ്ഞ പോലെ ഇതെന്താണ്? വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ് ബിക്കോസ് ടി ഈസ് ഇൻക്രീസിങ്, സോ എക്സ് മസ്റ്റ് ബി ഇൻക്രീസിങ്.
ഇവിടെ മൈനസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ് ആണ്. ഇതോ ഇവിടെ ടി ഈസ് ഓൾവേസ് ഇൻക്രീസിങ്, ദെർഫോർ എക്സ് ഷുഡ് ബി ഇവിടെ മൈനസ് അല്ലാത്തതുകൊണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കണമെങ്കിൽ എക്സ് കുറഞ്ഞ് വരണം. അങ്ങനെയാണെങ്കിൽ എക്സ് കുറയാന്ന് പറഞ്ഞാൽ എക്സ് നെഗറ്റീവായി വരണം. ദെർഫോർ ദിസ് ഈസ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ്, ദിസ് ഈസ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡീക്കേയിങ് സൊല്യൂഷനാണ്. ഫ്രം എബോവ് ഇക്വേഷൻ. അപ്പോൾ ഇതൊക്കെ വായിച്ച് നോക്കുക. എ ഇ റേസ് ടു ഐ കെ 0 എക്സ് മൈനസ് ഒമേഗ ടി ഈസ് ദ വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. അതായത് നമ്മുടെ പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ റൈറ്റിലേക്ക് പോകുന്ന ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ വരികയാണ് ലെഫ്റ്റിൽ നിന്ന് ആ ഒരു സ്റ്റെപ്പുള്ള അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യലുള്ള ഭാഗത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ആ റൈറ്റിലേക്ക് പോകുന്ന പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷനാണ്. ഇതോ ആ സ്റ്റെപ്പിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവ് പാർട്ടിക്കിളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ. പിന്നെ അതുപോലെ മോഡുലസ് സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ ഇൻറ്റൻസിറ്റി. അപ്പോൾ എ സ്ക്വയറിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി. ബി സ്ക്വയറിൻ്റെ ഇൻറ്റൻസിറ്റി റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി. റിഫ്ലക്ഷൻ പ്രോബബിലിറ്റി എത്രത്തോളം അങ്ങോട്ട് ഒരുപാട് പാർട്ടിക്കിൾസ് പോയി ആ സ്റ്റെപ്പിൽ തട്ടി ആ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉള്ള റീജിയനിലേക്ക് പാർട്ടിക്കിൾസ് പോകുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്താ? നമ്മൾ ഇൻറ്റൻസിറ്റിയെ ഡിവൈഡ് ചെയ്താൽ മതി. ഇൻറ്റൻസിറ്റി ഓഫ് റിഫ്ലക്റ്റഡ് വേവ് ബൈ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് വേവ്, ദാറ്റ് ഈസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ബി സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇനി ബി സ്ക്വയറിന് എ സ്ക്വയറിന് നമ്മൾ മുമ്പ് ഡീൻ്റെ ടേമിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ d/2 ഉണ്ട് കേട്ടോ. ഡീൻ്റെ ടേമിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അത് ഇവിടെ കൊടുക്കുക. ബി സ്ക്വയറിൻ്റെ അവിടെ മോഡുലസ് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്റ്റാർ ബി ആണ്. നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എങ്ങനെ എഴുതുക? സപ്പോസ് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അതിൻ്റെ മോഡുലസ് മോഡ് z എന്താ? മോഡ് z സ്ക്വയർ എന്താ? എക്സ് z സ്റ്റാർ z ആണ്. അതായത് എക്സ് മൈനസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. ഇങ്ങനെയാണ് മോഡുലസ് എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ ഇവിടെ മോഡുലസ് ഓഫ് ബി സ്ക്വയർ എന്നുള്ളത് ബി സ്റ്റാർ ബി. ബി എന്നുള്ളത് നമ്മൾ ഡീൻ്റെ ടേമിൽ എഴുതിയതാണ്. ഇവിടെ ഡി 2 × 2 ഉണ്ട്, 4. അതുപോലെ എയും അതുപോലെ എഴുതിയത് നമ്മൾ ഡിയുടെ ടേമിൽ എഴുതിയല്ലോ 2 × 2. കാരണം ഡി സ്റ്റാറിൽ നിന്നൊരു 2 വരും, ഡിയിൽ നിന്നൊരു 2 വരും. ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. അതൊക്കെ പോവും, അവസാനം ഏതായാലും വെട്ടിപ്പോവും. രണ്ടിലും ഒരുപോലെയാണ്. മേലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിരിക്കും. ബി സ്ക്വയറും എ സ്ക്വയറും ഈക്വലാണ്. അതായത് ഇങ്ങോട്ട് വരുന്ന എല്ലാം ഈ ഒരു സ്റ്റെപ്പിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് ഒരുപാട് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ് നിൽക്കുക. അതെല്ലാം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് റിഫ്ലക്ഷൻ പ്രോബിലിറ്റി 1 ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൻസിഡൻ്റ് ആയ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റെപ്പിൽ തട്ടി പൊട്ടൻഷ്യൽ കൂടിയ റീജിയനിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ പ്രോബിലിറ്റി എന്താണ്? 0 ആണ്. കാരണം ഇങ്ങോട്ട് ഒന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ കുറച്ച് റീജിയനിൽ വേവ് ഫംഗ്ഷൻ നോൺ സീറോ ആയി നിൽക്കുന്നുണ്ട് ഇനി അല്ലേ? നമുക്ക് അടുത്തതായിട്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി പറയുമ്പോൾ മനസ്സിലാവും. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താ? സൈ സ്റ്റാർ സൈ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ. അത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇങ്ങനെയാണ് കിട്ടുക. സൈ സ്റ്റാർ സൈ ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മൾ കിട്ടിയ സൈ ഉണ്ടല്ലോ, സൈ 1 സ്റ്റാർ സൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. സൈ 2 സ്റ്റാർ സൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ ടി ഈക്വൽ എന്ത് കൊടുത്താലും ഇങ്ങനെ തന്നെ കിട്ടുക സൈസ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. അതായത് റീജിയൻ 2 ഇത് സ്റ്റെപ്പിൻ്റെ റീജിയനാണ്. ആ സ്റ്റെപ്പുള്ള റീജിയനാണിത്. അപ്പോൾ സ്റ്റെപ്പുള്ള റീജിയനിൽ ഇതിങ്ങനെ എന്തായി പോകുന്നുണ്ട്? ഡീക്ക് ചെയ്ത് പ്രോബബിലിറ്റി കുറഞ്ഞ് പോവുക. പക്ഷേ കുറച്ച് റീജിയനിൽ
ഇങ്ങോട്ട് വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിനെ ഇങ്ങോട്ട് ഒരുപാട് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വരുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് റീജിയനിൽ എന്തുണ്ട്, ഇവിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത ഉണ്ട്. പാർട്ടിക്കിൾ ഒന്നും ഇങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ പറയുന്നത്. പക്ഷേ ഇത് കുറേ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം ഇതിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു പരിധിക്കപ്പുറം സ്റ്റെപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ആ പൊട്ടൻഷ്യൽ കൂടിയ റീജിയനിലേക്ക് വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇങ്ങോട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഒരു പാർട്ട് ഇങ്ങോട്ട് ലേശം പെനട്രേറ്റ് ചെയ്തിട്ടാണ് കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നത്. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ തട്ടിക്കാണ്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്തോണമെന്നില്ല. ചിലത് കുറച്ച് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദർ ഈസ് എ നോൺ സീറോ പ്രോബിലിറ്റി ടു ഫൈൻഡ് പാർട്ടിക്കിൾ ഇൻ ദ റീജിയൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഇവിടെ ഒരു പെനട്രേഷൻ കുറച്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ക്ലാസിക്കലി ഇതൊരു അലൗഡ് ആയ കാര്യമല്ല. ക്ലാസിക്കൽ പിക്ചറിൽ നമ്മൾ ഈ ഒരു മോഷനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് അലൗഡ് അല്ല. കാരണം E<U0 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയാണ്. E = U0 പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ E - U0 = K. അപ്പോൾ U0 ഗ്രേറ്റർ ദാൻ E എന്ന് പറഞ്ഞാൽ ഈയേക്കാൾ പൊട്ടൻഷ്യൽ എനർജി കൂടിയാൽ ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ കൈനറ്റിക് എനർജി നെഗറ്റീവ് എന്നുള്ളത് നോട്ട് അലൗഡ് ഇൻ ക്ലാസിക്കൽ പിക്ചർ. ക്ലാസിക്കലി ഇങ്ങനെ റീജിയനിലേക്ക് എൻ്റർ ചെയ്യാനേ പറ്റില്ല. ക്ലാസിക്കൽ പിക്ചറിൽ നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ ബാരിയറിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചറിൽ എന്താണ്, പാർട്ടിക്കിളിനെ ടോട്ടൽ എനർജിയേക്കാൾ പൊട്ടൻഷ്യൽ എനർജി കൂടിയ റീജിയനിലും കാണാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഒരു പെനട്രേഷന് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അത്ഭുതം എന്നുള്ളത് അതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെനട്രേഷൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് മനസ്സിലായി. വേവ് ഫംഗ്ഷന് പെനട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഇവിടെ മൊത്തം 0 ആവേണ്ടതാണ്. നമ്മളെ ഇൻഫൈനൈറ്റ് വെല്ലിൻ്റെ പോലെ ഇവിടെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ആയ സമയത്ത് 0 ആയില്ലേ. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ ഇൻഫൈനൈറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു നോൺ സീറോ വേവ് ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയുണ്ട്. പെനട്രേഷൻ ഡിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഓവർ ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡ്രോപ്സ് ടു 1/e ഓഫ് ദ മാക്സിമം. പ്രോബബിലിറ്റി ഡെൻസിറ്റി 1/e ഓഫ് ദ മാക്സിമം ആവാനുള്ള ഇതിനാണ് എന്ത് പറയുക, ആ ഡിസ്റ്റൻസ്, അത്രയൊരു ഡിസ്റ്റൻസ്. അതായത് ഇവിടെ ഇങ്ങനെ കുറഞ്ഞ് പോവല്ലേ പ്രോബബിലിറ്റി ഡെൻസിറ്റി, അത് ഇതിൻ്റെ മാക്സിമത്തിൻ്റെ 1/e ആവാനുള്ള ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനാണ് പെനട്രേഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആ പെനട്രേറ്റ് ചെയ്യുന്ന റീജിയനിലെ വേവ് ഫംഗ്ഷൻ എന്താണ്, e⁻⁻k1x ഇതല്ലേ, ഇതാണ് ഇത്. അല്ലെങ്കിൽ ടൈം ഡിപ്പെൻഡൻറ്റ് പാർട്ടാണെങ്കിൽ ഇങ്ങനെ ഇത്. അപ്പോൾ ആ റീജിയനിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താ, ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുക, അതായത് സൈ സ്റ്റാർ സൈ എടുക്കുക. അപ്പോൾ ഈ ടേം ഇതായി പോവും. അങ്ങനെ DE സൈ സ്റ്റാർ സൈ2 സ്റ്റാർ സൈ2 എടുക്കുമ്പോൾ എന്താ കിട്ടുക, D സ്റ്റാർ e⁻k1x e⁻+i⁻t. ഇതാണ് സൈ2 സ്റ്റാർ. അതായത് ഐയിലൊക്കെ -i ആക്കി മാറ്റുക. പിന്നെ ഇത് ഇതാവും, ഇതിന് പിന്നെ ഐ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ആയിരിക്കും. പിന്നെ DE⁻−k1x e⁻−i⁻t. ഇതാണ് സൈ2. ഇത് ചെയ്ത് നോക്കുമ്പോൾ D സ്റ്റാർ സൈ എന്നുള്ളത് D². പിന്നെ ഇത് e⁻²k1x, പിന്നെ e⁻+i⁻t × e⁻−i⁻t എന്നുള്ളത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് വരും. x⁻m × x⁻n എന്താ, x⁻m+n. അതായത് e⁻−i⁻t + i⁻t ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 0 എന്നാവും. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻ ദാറ്റ് റീജിയൻ എന്താണ്, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ.
സോറി, ഇവിടെ മോഡുലസ് ഓഫ് ഡി സ്ക്വയർ ഉണ്ടാവും. ഇൻ ദ റീജിയൻ മോഡുലസ് ഓഫ് ഡി സ്ക്വയർ ഇ റൈസ് ടു മൈനസ് 2k1x. അപ്പോൾ മാക്സിമം ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് എക്സ് ഈക്വൽ ടു 0 മാക്സിമം. ഇവിടെ എന്താണ്? മോഡുലസ് ഓഫ് ഡി സ്ക്വയർ ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 0 ദിസ് ഈസ്. അപ്പോൾ പെനട്രേഷൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1/, ഇപ്പോൾ മാക്സിമം ആയിട്ട് നിൽക്കുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇതാണല്ലോ ആ ബൗണ്ടറിയിൽ. അതിൽ നിന്ന് ഇതിൻ്റെ 1/e ടൈംസ് ആവാനുള്ള പ്രോബബിലിറ്റി, അതായത് ഡി സ്ക്വയറിൻ്റെ 1/e ടൈംസ് ആവാനുള്ള ആ ഡിസ്റ്റൻസ്, അതാണ് പെനട്രേഷൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ കോമൺ ആയത് വെട്ടിക്കളയാം. അപ്പോൾ അവസാനം വരിക ഡി സ്ക്വയർ വെട്ടിക്കളഞ്ഞാൽ എന്താ വരിക? ഇ റൈസ് ടു മൈനസ് 2k1 ഇൻറ്റു ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു -1. അപ്പോൾ ഇതെന്താണ്? -1 ഈക്വൽ ആവണം, അതാണിത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1/2k1 എന്ന് കിട്ടും. k1 എന്താണ്? നമ്മൾ ആ ഡിഫറൻഷ്യൽ ശ്രോഡിഞ്ചർ ഇക്വേഷനിൽ k1 എന്തായിരുന്നു? 2m/h ക്രോസ് k1² എന്നുള്ളത് 2m/h ക്രോസ് സ്ക്വയർ ഇൻറ്റു u0 - e ആയിരുന്നു. അപ്പോൾ k1 എന്നുള്ളത് √2m/h ക്രോസ് സ്ക്വയർ ഇൻറ്റു u0. അപ്പോൾ ഡെൽറ്റ എക്സ് എന്താണ്? ഇത്രയാണ്. ഇതാണ് പെനട്രേഷൻ ഡിസ്റ്റൻസ്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി 1/e ടൈംസ് ദ മാക്സിമം ആവാനുള്ള അത്രയും ഒരു ഡിസ്റ്റൻസ്. ഇനി അൺസർട്ടനിറ്റി പ്രിൻസിപ്പളിൽ നിന്ന് ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റും, ഇതേ പെനട്രേഷൻ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിളിൻ്റെ എനർജി ലെസ് ദാൻ u0 ആണ്. പാർട്ടിക്കിളിന് ഈ റീജിയനിലേക്ക് പോകണമെങ്കിൽ ഈ റീജിയൻ 1 നിന്ന് 2 പോകണമെങ്കിൽ ഒരു അഡീഷണൽ എനർജി കിട്ടിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ശരിക്കും. അപ്പോൾ ഈ അഡീഷണൽ എനർജി കിട്ടുക എന്നുള്ളത് കൺസർവേഷൻ ഓഫ് എനർജി, വെറുതെ എവിടുന്നാണ് അഡീഷണൽ എനർജി കിട്ടുക? അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ല, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യപ്പെടാൻ അവിടെ ചാൻസ് ഉണ്ട്. കാരണം എനർജി കാനോട്ട് ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇപ്പോൾ വെറുതെ പാർട്ടിക്കിളിന് ഇപ്പോൾ ഉള്ള എനർജി എന്നാണ് കൂടലെങ്ങനെ? ഇപ്പോൾ ആരെങ്കിലും എനർജി കൊടുക്കണ്ടേ? പക്ഷേ അൺസർട്ടൈനിറ്റി, നമ്മുടെ ടൈം എനർജി അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ്? അതൊരു വിഷയമല്ല. കാരണം പാർട്ടിക്കിളിന് എന്ത് ചെയ്താൽ മതി? ഈ പാർട്ടിക്കിള് ഈ എനർജിയാണുള്ളത്, അതിനൊരു അഡീഷണൽ എനർജി കിട്ടുമ്പോൾ ഈ ഒരു ഇതിന് അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിന് ഈക്വലായൊരു എനർജി കിട്ടിയാൽ മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത്ര എനർജി കിട്ടും വേണം, ആ എനർജി അത് ലോസ് ചെയ്യും വേണം. ആ ഒരു കുറഞ്ഞ സമയവും ഈ കിട്ടുന്ന എനർജിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു എച്ച് ക്രോസ് ആണെങ്കിൽ അവിടെ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ ഡെൽറ്റ ഇ ആണെങ്കിൽ എത്ര എനർജി ഇതിന് കിട്ടണം? ഇങ്ങോട്ട് പോകണമെങ്കിൽ എന്നുള്ള എനർജിയെ പാർട്ടിക്കിളിന് ഇപ്പോൾ ഉള്ളൂ. ബാരിയറിൻ്റെ ലെങ്ത്ത് u0 ആണ്. അങ്ങനെയാണെങ്കിൽ u0 - എന്നുള്ള മിനിമം എനർജിയെങ്കിലും കിട്ടണം. അപ്പോൾ u0 - എന്നുള്ള ഇത്രയും എനർജി കിട്ടിയാൽ മാത്രമേ ഇത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകുള്ളൂ മിനിമം. പിന്നെ അതിൻ്റെ ഒരു എനർജി, അതിൻ്റെ കൂടെ ഒരു കൈനറ്റിക് എനർജിയും കൂടി ഉണ്ടെങ്കിൽ അതിനൊന്ന് ട്രാവൽ ചെയ്യാനുള്ള എനർജിയും കൂടി ആയി. അപ്പോൾ ഇത്രയും ഒരു എനർജി മിനിമം ഇത്ര എനർജി വേണം പാർട്ടിക്കിളിന്. മിനിമം ആ ഒരു ചെറിയൊരു സമയം കൊണ്ട് ഇത്ര എനർജി കിട്ടണം. u0 - ഈ ഒരു ബാരിയറിൻ്റെ ഈനേക്കാൾ അധികം എത്ര എനർജി വേണം, എന്നാലേ ഇത് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കിട്ടുന്നതും റിലീസ് ചെയ്യുന്നതും ഒരു ചെറിയ ടൈം ഇൻ്റർവെല്ലിലാവണം. എങ്ങനെ? ആ ടൈം ഇൻ്റർവെല്ലും ആ കിട്ടുന്ന എനർജിയും തമ്മിലുള്ള റിലേഷൻ ഷുഡ് ഒബേ ടൈം എനർജി
അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച് ക്രോസ്. ഇത് ചില ബുക്കിൽ എച്ച് ക്രോസ് ബൈ 2 എന്നാവാം, അങ്ങനെയൊക്കെ ആവാം. നമ്മൾ ഓർഡർ മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. 10 പവറിൽ വരുന്നത് മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അല്ലാതെ 1/2 എന്നോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ വിഷയമായി വരുന്നില്ല. അപ്പോൾ ഡെൽറ്റ ടി എന്നുള്ളത് എച്ച് ക്രോസ് ബൈ ഡെൽറ്റ ഇ ആണ്. മിനിമം എനർജി എത്രയാണ്? U0 മൈനസ് ഇ. എന്നാൽ പാർട്ടിക്കിളിന് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു അഡീഷണലായിട്ട് ഒരു ചെറിയ കൈനറ്റിക് എനർജി കൂടി വേണം. അതായത് അപ്പോൾ ഇങ്ങോട്ട് ഗെയിൻ ചെയ്യുന്ന എനർജി U0 മൈനസ് ഇ പ്ലസ് സം കൈനറ്റിക് എനർജിയും കൂടി ആവാം. അതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. എന്നാലല്ലേ അതിനൊന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെൽറ്റ ഇ ഈക്വൽ ടു U0 മൈനസ് ഇ പ്ലസ് കെ. അത് ഡെൽറ്റ ടിയിൽ കൊടുക്കുക. അപ്പോൾ എച്ച് ക്രോസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ ഡെൽറ്റ ഇ അല്ലേ. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു U0 മൈനസ് ഇ പ്ലസ് കെ. അപ്പോൾ ഡെൽറ്റ ടി അതാണെങ്കിൽ ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ദൂരം എത്ര ആയിരിക്കും? അതിൻ്റെ വെലോസിറ്റി v ആണെന്ന് വെക്കുക. അതൊരു യൂണിഫോം പൊട്ടൻഷ്യലുള്ള റീജിയനാണ്. അതുകൊണ്ട് അവിടെ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു വെലോസിറ്റിയിൽ തന്നെ ആയിരിക്കും ട്രാവൽ ചെയ്യുക. അപ്പോൾ അത് പോയി വരാൻ ഡെൽറ്റ ടി സമയം കൊണ്ടാണ് ആ എനർജി കിട്ടുന്നതും പിന്നെ റിലീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? 2v ഡെൽറ്റ ടി അല്ല v ഡെൽറ്റ ടി. അതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ച് വരുന്നതാണ്. അതായത് 2 ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എക്സ് എന്ന ദൂരം അത് പെനട്രേറ്റ് ചെയ്ത് പിന്നെ തിരിച്ച് വരുന്ന സമയമാണ് ഡെൽറ്റ ടി. ആ സമയത്തുള്ള വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്താണ്? 2 ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു v ഡെൽറ്റ ടി ഓർ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു v ഡെൽറ്റ ടി ബൈ 2. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു v ഡെൽറ്റ ടി ബൈ 2. അപ്പോൾ പെനട്രേഷൻ ഡിസ്റ്റൻസ് എന്താണ്? ഇതാണ്. ബട്ട് v കൈനറ്റിക് എനർജി അറിയെങ്കിൽ വെലോസിറ്റി നമുക്ക് കിട്ടിക്കൂടെ? k ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. അങ്ങനെയാണെങ്കിൽ v ഈസ് ഈക്വൽ ടു 2k ബൈ എമ്മിൻ്റെ അതിൻ്റെ റൂട്ട് അത് വിക്ക് കൊടുക്കുക ഇവിടെ. അപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. പിന്നെ ഡെൽറ്റ ഇക്ക് പകരം എച്ച് ക്രോസ് ബൈ ഇതും കൊടുക്കുക. ഇതിലിപ്പോൾ k ടെൻസ് ടു 0 ആണെങ്കിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, k ടെൻസ് ടു ഇൻഫിനിറ്റി കൈനറ്റിക് എനർജി 0. നമ്മൾ ആ അഡീഷണൽ എനർജി ഗെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല, അതിൽ ഉള്ള കൂട്ടിയാണ്. കൈനറ്റിക് എനർജി 0യിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അത് എൻ്റർ ചെയ്യുമെന്നുള്ളൂ. പിന്നെ കൂടുതൽ ദൂരം ഒന്നും പോകില്ല. ഡെൽറ്റ എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യും. ആ സമയത്ത് വെലോസിറ്റി 0 ആവില്ല. കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആണ്. അതായത് പിന്നെ അത് പെനട്രേഷന് 0 ആയിരിക്കും. ഇനി k ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ k ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇത് 0യിലേക്കാണ് പോവുക. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ഓർഡർ വലിയ k ഉണ്ട്. അപ്പോൾ k ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ്. ദ മാക്സിമം പോസിബിൾ ഓഫ് മാക്സിമം പെനട്രേഷൻ ഡിസ്റ്റൻസ് ഉണ്ടാവൽ എപ്പോഴാണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളെന്ത് ചെയ്തു? അതിൻ്റെ കൈനറ്റിക് ഇതിപ്പോൾ ലിമിറ്റുകളാണ്. k ടെൻസ് ടു 0 ആകുമ്പോൾ 0 ആണ്, k ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 0 ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു കെയുടെ വാല്യൂവിൽ പെനട്രേഷൻ ഡിസ്റ്റൻസ് മാക്സിമം ആവുന്നുണ്ട്. ആ മാക്സിമം ആവുന്ന ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം കിട്ടാൻ എന്താ ചെയ്യുക? ഇത് y എക്സ് ഇതിൻ്റെ മാക്സിമത്തിൻ്റെ ഈ പോയിൻ്റ് കിട്ടാൻ എന്താ ചെയ്യുക? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്നല്ല കൊടുക്കുക. അതായത് ഈ പോയിൻറ്റിലാണ് 0 എന്ന പോയിൻ്റ്. അപ്പോൾ ഈ പോയിൻ്റ് കിട്ടും. ഈ പോയിൻ്റ് വൈയിൽ കൊടുത്താൽ ഇതിലെ വൈയും കിട്ടും. അതുപോലെ ഇവിടെ ഈ ഡെൽറ്റ എക്സിൻ്റെ മാക്സിമം വാല്യൂ കിട്ടാൻ ഡി ബൈ ഡി കെ ഓഫ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഡെറിവേറ്റീവ് എടുക്കുക. അതാണ്. അപ്പോൾ ഇത് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് റൂളാണ്. ഇവിടെ ഒരു 2kൻ്റെ ഒരു ഇതുണ്ട്. 2 ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ. ബി 1/2 കോമൺ ആയതുകൊണ്ട് അപ്പുറത്ത് കൊണ്ടായ 0 ആയി പോവും. പിന്നെ റൂട്ട് ഓഫ് 2k ബൈ എമ്മിൻ്റെ ഉണ്ട് എച്ച് ക്രോസ് ബൈ ഇതുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഡെറിവേറ്റീവ് കെക്ക് അബൌട്ട് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എച്ച് ക്രോസ് അടിയിൽ ഇതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ
ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പാർട്ട്. ഇത് പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫസ്റ്റത്തത് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇൻറ്റു ദിസ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് റൂളും ഉണ്ട്, കോഷ്യൻ റൂളും ഉണ്ട്, രണ്ടും കൂടിയാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റ് റൂൾ എന്താണ്? ഡെറിവേറ്റീവ് അല്ല ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഈക്വൽ ടു അല്ല പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. അതാണ് ഇവിടെ ചെയ്യുന്നത്. അത് ചെയ്ത് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എച്ച് ക്രോസ് കോമൺ ഉള്ളതൊക്കെയാണ് വെട്ടിക്കളയാം. കാരണം ഈ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഇവിടെ ഒരു അടിയിലൊരു എം കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് പോകുമ്പോൾ പോകും. ഇവിടെ ഒരു u0 മൈനസ് ഇ പ്ലസ് കെ ഓൾ സ്ക്വയർ ഉണ്ട്. ഇവിടെ u0 മൈനസ് ഇ പ്ലസ് കെ. അപ്പോൾ u0 മൈനസ് ഇ പ്ലസ് കെനായിട്ട് മൊത്തം എന്താ ഇത് ഇവിടുന്ന് എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് എടുക്കുക, ഇവിടുന്ന് കോമൺ ആയിട്ട് എടുക്കുക. അതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് 0 ആവും. കോമൺ ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ കെ ഈസ് ഈക്വൽ ടു u0 മൈനസ് ഇ എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം പെനട്രേഷൻ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയ കൈനറ്റിക് എനർജിയാണ് u0 മൈനസ് ഇ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം പെനട്രേഷൻ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ഇത് കൊടുത്തു നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം പോയിൻ്റ് കിട്ടണമെങ്കിൽ ആ മാക്സിമത്തിലെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കാരണം ഇവിടെ ഒരു സ്ലോപ്പ് 0 എന്ന പോയിൻ്റാണ്. അപ്പോൾ ആ മാക്സിമം പോയിൻ്റ് കിട്ടിയതിന് ശേഷം വൈൻ്റെ എക്സ്പ്രഷനിൽ കൊടുത്താൽ ഈ ഒരു മാക്സിമം വാല്യൂ എന്താണെന്ന് നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ മാക്സിമം ഇതിന് കറസ്പോണ്ടിങ് ആയ കെ കിട്ടി. അപ്പോൾ ഞാൻ കെയുടെ വാല്യൂ നമ്മുടെ ഡെൽറ്റ എക്സിൽ കൊടുത്താൽ മാക്സിമം പെനട്രേഷൻ ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു u0 മൈനസ് ഇ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെയും കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ഡിനോമിനേറ്ററിൽ u0 മൈനസ് ഇ പ്ലസ് u0 മൈനസ് ഇ, അതായത് 2 ഇൻറ്റു u0 മൈനസ് ഇ. മേലൊരു u0 മൈനസ് ഇ റൂട്ടിൻ്റെ ഉള്ളിലുണ്ട്. അതും കൂടി വെട്ടിക്കളഞ്ഞാൽ അടിയിലൊരു റൂട്ടിൻ്റെ ഉള്ളിൽ u0 മൈനസ് ഇ വരും. പിന്നെ പുറത്ത് 1/2 ഇങ്ങനെ വരും. അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ കിട്ടി? മാക്സിമം പോസിബിൾ പെനട്രേഷൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു h ക്രോസ് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു u0 മൈനസ് ഇ. അപ്പോൾ അതാണ് നമുക്ക് ഇവിടുന്ന് നമ്മൾ മുൻപ് പെനട്രേഷൻ ഡിസ്റ്റൻസ് ചെയ്തപ്പോൾ നമുക്ക് അതന്നെ കിട്ടിയത്. അപ്പോഴും തന്നെ കിട്ടിയത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു സെയിം റിസൾട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ ആ പാർട്ടിക്കിൾ അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനിൽ നിന്നാണ് കിട്ടിയത്. അതെന്താണ്? അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരവും അതന്നെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ penetration to forbidden region given by solution of Schrodinger equation is consistent with Heisenberg uncertainty principle. Okay. അപ്പോൾ അപ്പോൾ ആ വേവ് അവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? റിഫ്ലക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏതുപോലെയാണ്? നമ്മളിപ്പോൾ നല്ല പോളിഷായ മെറ്റൽ സർഫസിൽ എന്ത് ചെയ്തു? ഒരു ലൈറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഫുള്ള് റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ, അതുപോലെ. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും? നല്ല പോളിഷ്ഡായ മെറ്റൽ സർഫസിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അത് കുറച്ചൊന്ന് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യും. അതേപോലെ ഇതും കരുതാം നമുക്ക്. അവിടെ നമ്മൾ അതിന് പറയുന്ന പേരാണ് സ്കിൻ ഡെപ്ത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പെനട്രേറ്റ് ചെയ്തിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതിനെയും മനസ്സിലാക്കാം. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ പൊട്ടൻഷ്യൽ സ്റ്റെപ്പിലെ ഈ